Good afternoon. Good afternoon, ma'am. Okay, Sharanya, good afternoon. Good afternoon, ma'am. Okay, Shamira, good afternoon. Nandini. Okay. Okay, Asha, good afternoon. Thank you. Okay, Farsana. Good afternoon, Shweta. Good afternoon, ma'am. Good afternoon, Sudhi. എന്തായി ഇന്നലെ ആരെങ്കിലും ഷാനീനെ വിളിച്ചിരുന്നോ? ഷാനീനെ ഇന്നലെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ? ചെയ്തിരുന്നു മാം, കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്ത് പറഞ്ഞു? ഇന്നലെ ICUയിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു. ഇന്ന് മോർണിംഗ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. MRIയിൽ വലിയ കുഴപ്പം കാണുന്നില്ല. പിന്നെ ബ്ലഡിന്റെ യൂറിന്റെ ടെസ്റ്റ് വരാനുണ്ട്. ഓൾസോ സ്പൈനൽ കോഡിൽ ഒരു ഫ്ലൂയിഡ് എടുത്ത് അത് ഒരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ബേബി ഇന്ന് കുറച്ചും കൂടെ ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. സോ ഈ ടെസ്റ്റ് റിസൾട്ടോടെ വന്നിട്ട് എന്താണെന്ന് തീരുമാനിക്കാന്നാ പറയുന്നത്. ഇപ്പൊ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നാണ് മോർണിംഗ് പറഞ്ഞത് അവള് ICUയിൽ നിന്ന്. എന്താണ് റീസൺ ഉള്ളത് പറഞ്ഞിട്ടില്ല അല്ലെ? ഒരു പർട്ടിക്കുലർ റീസൺ കൺഫേം ചെയ്ത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, എങ്കിലും എന്തോ ഒരു ഡൗട്ട് ഡോക്ടേഴ്സിനുണ്ട്. പേടിക്കാവൊന്നുമില്ല ഞങ്ങൾ പറയുന്നുണ്ട്. ആളെ മാക്സിമം കംഫർട്ട് ചെയ്താണ് നിർത്തിയേക്കുന്നത്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ബേബി ഇന്നലത്തെക്കാളും ഇന്ന് കുറച്ചുകൂടെ റിക്കവർ ആയിട്ടുമുണ്ട്. ബട്ട് ഒരു റീസൺ എന്താന്ന് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. കറക്റ്റ് റീസൺ ഇനി റിസൾട്ട് കുറച്ചുകൂടെ വരാനുണ്ട്. MRIയിൽ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് നെർവിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് ഡൗട്ട് വന്നിട്ട് ഡോക്ടേഴ്സ് MRI ചെക്ക് ചെയ്തത്. MRIയിൽ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഏത് ഹോസ്പിറ്റലിലാണ്? തൃശ്ശൂര് അറിയോ? തൃശ്ശൂര് ജൂബിലി മിഷനിൽ. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിന്റെ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മള് ഇന്നലത്തെ ക്ലാസ്സിലെ 10 ജനറൽ ആക്ടുകൾ നമ്മൾ പഠിച്ചു അല്ലെ? 10 ആക്ടുകള് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആക്ടുകളുടെ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലോ ഓഫ് ടോർട്ട് ആണ് കേട്ടോ. ടോർട്ട് നിയമങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ലോ ഓഫ് ടോർട്ട്സ് കേട്ടോ. ടോർട്ട്സ്. ആദ്യം തന്നെ എന്താണ് ഈ ടോർട്ട് നിയമം എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം അല്ലെ? എന്താണ് ടോർട്ട് നിയമം എന്ന് പറഞ്ഞാൽ അറിയാമോ? അതായത് മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അവകാശങ്ങൾക്കോ പരിക്കോ ദോഷമോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ ഒഴിവാക്കലുകള്, ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ബ്രാഞ്ചാണ് എന്ത്? ടോർട്ട് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കാം. ടോർട്ട് നിയമം എന്ന് പറഞ്ഞാല് മറ്റൊരാൾക്കോ അവരുടെ എന്താണ് സ്വത്തിനോ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങള്. ഓക്കെ, നമ്മൾ ചിലപ്പോ മനഃപൂർവ്വം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാവാം. അത് മറ്റൊരാൾക്ക് ദോഷം വരികയാണ്. അവർക്ക് എന്തെങ്കിലും അപകടം വരുത്തോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ അവകാശങ്ങൾക്ക് എന്തെങ്കിലും ലംഘനങ്ങൾ വരുത്തോ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനാവാം, ചിലപ്പോൾ അവരുടെ അവകാശങ്ങൾക്കാവാം
അതിന് ദോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പരിക്കുകൾ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങള്, ഓക്കെ, അതുപോലെ തന്നെ ഒഴിവാക്കലുകള്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ബ്രാഞ്ചാണ് ടോർട്ട് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചില ആളുകൾ മനഃപൂർവ്വം മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ചിലവര് അങ്ങനെ ആയിട്ടാവണമെന്നില്ല, അറിയാതെ സംഭവിക്കും. ചില ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ വായിച്ചിട്ടില്ലേ, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് കേസ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വായിച്ചിട്ടില്ലേ നിങ്ങള്? മനഃപൂർവ്വം ആവണമെന്നില്ല, ചിലത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതുമായിരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും അതെന്താണ്, മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോ അവർക്ക് എന്തെങ്കിലും പരിക്കുണ്ടാക്കാം, ചിലപ്പോൾ അവരുടെ സ്വത്തിന് എന്തെങ്കിലും ദോഷകരമായിട്ട് ബാധിക്കാം, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് ഒരു ലംഘനം വരുത്താം. അങ്ങനെയുള്ള എല്ലാ തെറ്റായ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഒഴിവാക്കലുകൾ. ഒഴിവാക്കൽ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാം, മനഃപൂർവ്വം നമ്മൾ ചെയ്യാതിരിക്കാം. ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, അത് ചെയ്യാതിരിക്കുന്നത് മൂലം അവർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹരിതേന് നില കണ്ടില്ലല്ലോ, ഇന്നലെ ഒരു റിലേറ്റീവ്സിന്റെ കല്യാണ ഡ്രസ് എടുക്കാൻ പോണായിരുന്നു, ആണ്ടാ കാണാഞ്ഞ്. ഏപ്രിലിലെ കല്യാണം, മാമിയുടെ മോന്റെ. ആണോ? ഓക്കെ ഓക്കെ ആണോ? ശരി. അപ്പൊ ഇന്നലെ ക്ലാസ്സിൽ കണ്ടില്ല, അപ്പൊ ഞാൻ ക്ലാസ്സിൽ പറയുകയും ചെയ്തു ഹരിതനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഹലോ, ഹായ്. ഹായ്. അപ്പൊ ഇനി ആരുടെ ഗുഡ് ആഫ്റ്റർനൂൺ ഒരാൾ പറഞ്ഞ നമുക്കൊന്ന് നിർത്താം കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ശരി. അപ്പോ യെസ്, നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അതാണ് ടോർട്ട് നിയമം എന്ന് പറയുന്നത് കേട്ടോ. നമ്മള് ഒഴിവാക്കലുകള് എന്ന് പറഞ്ഞാല് ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്തു കൊടുക്കാതിരിക്കാം, മനഃപൂർവ്വം നമ്മൾ അത് ഒഴിവാക്കാം, അതുമൂലം മറ്റൊരാൾക്ക് എന്ത് വരികയാണ്, ബുദ്ധിമുട്ടുണ്ടാവാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ വരുന്നത് ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് കേട്ടോ. ഇതാണ് ടോർട്ട് നിയമം. നമ്മൾ ഇതേ ചാപ്റ്ററിൽ തന്നെ മെഡിക്കോ ലീഗൽ കേസുകളും അതിന്റെ എക്സാമ്പിൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോർട്ട് നിയമവും അതിന്റെ എക്സാമ്പിളുകളുമാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഈ ടോർട്ട് എന്ന വാക്ക് നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കല്ല അല്ലെ. അപ്പൊ എവിടെ നിന്നാണ് ആ ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. ഓക്കെ, എന്താണ് ടോർട്ട് നിയമം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഒന്നുകൂടെ പറയണോ? ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലേ? ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The word tort is derived from the Latin word tortus. കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The word tort that is derived from the Latin word. ഏത് വേർഡാണ്? ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ. ഗ്രീക്കോ ഫ്രഞ്ചോ അതൊന്നും അല്ല കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്യണം. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസ് എന്ന വാക്കിൽ നിന്നുമാണ് ടോർട്ട് എന്ന ആ ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. എന്താണ് അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? അത് നോട്ട് ചെയ്ത് വെക്കാം. വിച്ച് മീൻസ് ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ്. അതാണ് അർത്ഥം. ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ്, വളച്ചൊടിച്ചത്, വക്രമായത്, വളഞ്ഞത് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് അല്ലെ ടോർട്ടസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. But the word tort is derived from the Latin word tortus, that means twisted or crooked, വളച്ചൊടിച്ചത്, വക്രമായത് എന്നുള്ള അർത്ഥമാണ് ടോർട്ടസ്. അതിൽ നിന്നും വന്നിട്ടുള്ള ഒരു വേർഡാണ് ടോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ എന്താണ് ടോർട്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി റോങ്, ഇഞ്ചുറി ഓർ ഡാമേജ് ഈസ് ഡൺ ടു ദി പേഴ്സൺ for which a civil suit can be brought. അണ്ടർലൈൻ ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനാവാം അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങള്, അതിനെയാണ് നമ്മൾ ടോർട്ട് നിയമത്തിന്റെ കീഴിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അത്രയും മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് എക്സാമ്പിളുകൾ പഠിക്കാം. ഓക്കെ, ഈ എക്സാമ്പിൾ പഠിക്കുന്ന MSCയുടെ എക്സാമ്പിളുകളും ടോർട്ടിന്റെ എക്സാമ്പിളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിച്ചു പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കുക, എക്സാമ്പിൾ എന്താ നോക്കിയേ. ഫസ്റ്റ് വൺ ഓരോന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓരോന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തത് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. ഇതാണ് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. അതായത് തെറ്റായ പ്രവർത്തനങ്ങളാണ് കേട്ടോ. തെറ്റായ പ്രവർത്തനങ്ങള് ഒരു എക്സാമ്പിൾ പോലെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അൺനെസസറി ഓപ്പറേഷൻസ്. നമ്മളൊരു മെഡിക്കൽ കോണ്ടെക്സ്റ്റിലാണ് കേട്ടോ ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത്.
സോ ആദ്യത്തെ ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, തെറ്റായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് അൺനെസസറി ഓപ്പറേഷൻസ്, നമ്മൾ ആവശ്യമില്ലാത്ത ഓപ്പറേഷൻസുകൾ നടത്താം. ഓക്കെ, നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആവശ്യമില്ലാത്ത ഓപ്പറേഷൻസുകൾ നടത്താം. അതെന്താണ്? അതൊരു ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ എക്സാമ്പിൾ ആണ്. തെറ്റായ പ്രവർത്തനം. ശരിക്കും സർജറിയുടെ ആവശ്യമൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്നാലും ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡയഗ്നോസിസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ 2-3 ഒപ്പീനിയൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്താണ് വിദ്യ പറയുന്നത്? ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ അത് തന്നെ, ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നതാണ്. ശരിക്കും നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് പബ്ലിക്കായിട്ട് പറയുന്നത് എന്ന് തെറ്റാണെന്ന് അറിയില്ല, പക്ഷെ കുറേയൊക്കെ ബിസിനസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഹോസ്പിറ്റലിൽ നടക്കുന്ന പല കാര്യങ്ങളും കുറേയൊക്കെ ബിസിനസ് മൈൻഡഡ് ആണ് ഇപ്പോ. അങ്ങനെയുള്ളൊരു ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും നമ്മളൊക്കെ ജീവിക്കുന്നത്. അല്ലാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പോ എന്തൊരു അസുഖം വരുമ്പോഴാണ് ചില ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചില എന്താ പറയാ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ തന്നെ സർജറി വേണം, അല്ലെങ്കിൽ ഭയങ്കര ഇതാണ്, നമ്മൾ കേൾക്കുമ്പോൾ പേടിച്ചു പോകും അല്ലെ? ചിലപ്പോ അങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡയഗ്നൈസ് ചെയ്യുമ്പോൾ 2-3 ഒപ്പീനിയൻസ് നമ്മൾ എപ്പോഴും എടുക്കണം. ചിലപ്പോ അത്ര എന്താണ് ബുദ്ധിമുട്ട് ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പറയുന്ന ഓർഗൻ മാഫിയ. ഓക്കെ, അതെ, അതിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ രജിസ്റ്റർ ഒന്ന് കൺസിഡർ ചെയ്യാൻ ചില അതെ അവര് സർജറി ചെയ്യും. ശരിയാണ്. ഞാന് എന്റെ അമ്മയുടെ കാര്യം പറയാന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഇതുപോലെ പറയുന്ന പോലെ കാലിന് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. മുട്ടുവേദന ഇത് പ്രായത്തിൻ്റെതായ ഒരു മുട്ട് തേയ്മാനോ അതെ വിദ്യ. ഓക്കെ ഓക്കെ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഇതിനെപ്പറ്റി ശരിക്കും അവയറായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ഇത് പഠിക്കുന്നതോട് നമ്മൾ കുറെ കൂടെ അതിനെപ്പറ്റി ചിന്തിക്കും. അങ്ങനെ അപ്പൊ ഈ പറഞ്ഞ അമ്മയ്ക്ക് മുട്ടുവേദനയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഈ അമ്മയുടെ ഈ കാലിന്റെ ഈ മറ്റേ കാഫിന്റെ അവിടെ ഭയങ്കര വേദന. ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര വേദന. ആൾക്ക് ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, ഭയങ്കര വീങ്ങുന്ന പോലത്തെ പെയിൻ. അപ്പൊ വേറെ നിവർത്തില്ലാണ്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, ഞാൻ ഹോസ്പിറ്റലിൽ പേരൊന്നും പറയുന്നില്ല, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മള് ന്യൂറോ ഡോക്ടറെയാണ് കണ്ടത്. കാരണം അമ്മയ്ക്ക് സ്ട്രോക്ക് ഒക്കെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ന്യൂറോളജിയിലാണ് അത് കണ്ടത്. അപ്പൊ ന്യൂറോളജിനെ കണ്ടപ്പോ ഒരു ന്യൂറോ സർജനെ റെഫർ ചെയ്തു. ഓക്കെ പ്രീതി, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ സർജനെ റെഫർ ചെയ്തിട്ട് സർജൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ, സർജറി വേഗം പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു ഓപ്പൺ സർജറിയാണ് പറയുന്നത്. 4 മണിക്കൂർ നീണ്ട സർജറി. അപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ എനിക്കത് കേട്ടപ്പോഴും ഒരു വിഷമം തോന്നിച്ചിട്ട് സർജറി. അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞ്, ഒന്നാമത്തെ കാര്യം അമ്മയുടെ ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഒരു സർജറി ചെയ്യണ വളരെ വീക്കാണ് ശരിക്കും. അപ്പൊ അത്ര ഹെൽത്തി ഒന്നുമല്ല. അപ്പൊ ഞങ്ങളൊന്ന് പേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഒരു ഡോക്ടറെ പോയി കണ്ടു. അപ്പൊ ആള് സർജറിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. ആള് പറഞ്ഞത് ഡോപ്ലർ ചെയ്യാൻ പറഞ്ഞു, ഡോപ്ലർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഓരോരുത്തരും ഓരോ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നത്. സംഭവം ഞങ്ങൾ MRI ചെയ്തു, അതുപോലെ ഡോപ്ലർ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവിടെ ആ കാപ്പിന്റെ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ ചെറിയ ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നില്ല ആ ഭാഗത്ത്. അതുകൊണ്ടാണ് ആ ഭയങ്കര പെയിൻ വന്നേക്കുന്നത്. പക്ഷെ വേറെ വെയിൻസ് ഉള്ളത് കാരണം കൊണ്ട് ഇഷ്യൂ വരുന്നില്ല എന്നുള്ളത്. പക്ഷെ ആ വേദന ഭയങ്കര. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ബ്ലഡ് അവിടെ ക്ലോട്ട്. അപ്പൊ അവരെന്ത് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് നിങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെ റെഫർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ന്യൂറോ സർജന്റെ അടുത്ത് വരെ ഞങ്ങൾ കാർഡിയോളജിസ്റ്റ് വരെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ആ വെയിനിൽ ചെറുതായിട്ട് ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. കുറെ നാൾ മുന്നേ സംഭവിച്ചതാണ്, അതിന് ഇത്തിരി പഴക്കം വന്നിട്ടുണ്ട്. അപ്പൊ അത് അലിഞ്ഞു പോകാനുള്ള മരുന്ന് തരാറുണ്ട്. അത് കഴിച്ചപ്പോഴാണ് ആൾക്ക് വേദനയൊക്കെ മാറിയത്. പക്ഷെ നമ്മൾ എവിടെ പോയി വരെ എത്തി, സർജറിയുടെ ലെവൽ വരെ എത്തി. പക്ഷെ അന്ന് അത് കേട്ടപ്പോ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. 4 മണിക്കൂർ ഓപ്പൺ സർജറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ കേട്ടപ്പോ വിഷമം തോന്നുന്നു. ശരിക്കും ഞങ്ങളൊരു 3-4 ഡോക്ടേഴ്സിന്റെ അടുത്ത് റെഫർ ചെയ്തപ്പോഴാണ് നമ്മൾ കറക്റ്റ് എന്താണെന്നുള്ളത് ഡയഗ്നൈസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അറിയാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള എന്താ പറയാ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അത് ശരിക്കും വിദ്യ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഞാൻ അഞ്ചിനെ പറഞ്ഞ ശ്വാസം മുട്ടായിട്ട് അത് ശരി. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതൊക്കെ നമ്മളെപ്പോഴും കറക്റ്റ് ആയിട്ട് ഡയഗ്നൈസ് ചെയ്യാനുള്ളതാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നമ്മൾ ഈ മെഡിക്കൽ കോളേജ് ഒക്കെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ആദ്യം ഗവൺമെന്റില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഗവൺമെന്റിലുള്ള ഡോക്ടേഴ്സ് ഇല്ലേ, മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്, അവര് നല്ല ഏബിൾ ആയിരിക്കും. അവര് കറക്റ്റ് ആയിട്ട് പറയും നമുക്ക് എപ്പോഴും അങ്ങനെ. ഓക്കെ ഓക്കെ, ഇതെല്ലാം ശരിയാണത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ ട്ടോ, തെറ്റായ പ്രവർത്തനങ്ങൾ. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അൺനെസസറി ഓപ്പറേഷൻസ് കേട്ടോ, അനാവശ്യമായിട്ട്, അനാവശ്യമല്ല ആവശ്യമില്ലാതെ നടത്തുന്ന ഓപ്പറേഷൻസ് കേട്ടോ, അത് അതിന്റെ സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആക്ട് ഓഫ് ഒമിഷൻ, ഒഴിവാക്കലുകൾ. ആക്ട് ഓഫ് ഒമിഷൻ, ഒഴിവാക്കലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കും. ചെയ്യേണ്ട കാര്യമാണ്, അത് മനഃപൂർവ്വം നമ്മൾ ചെയ്യാതിരിക്കുക. അതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്, ആ പേഷ്യന്റിന് ബുദ്ധിമുട്ട് വരികയാണ് അല്ലെ. അതാണ് മറ്റൊരു ടോപ്പിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ആക്ട് ഓഫ് ഒമിഷൻ. ആക്ട് ഓഫ് ഒമിഷൻ ഒരു എക്സാമ്പിൾ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, എന്താണ് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. ഓട്ടോപ്സി അറിയാലോ, പോസ്റ്റ്മോർട്ടം ആണ് കേട്ടോ. വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്, അതായത് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ എന്താണ് റിലേറ്റീവ്സിന്റെ സമ്മതം വാങ്ങണം. അവരുടെ അനുവാദം കൂടാതെ ഒരു വ്യക്തിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, ആക്ട് ഓഫ് ഒമിഷൻ ആണത് അല്ലെ. അതായത് സമ്മതം വാങ്ങണം എന്നുള്ളത് അവിടെ എന്താണ്, സമ്മതം വാങ്ങണം എന്നുള്ളത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് വാങ്ങുന്നില്ല, അത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. അനുവാദമില്ലാതെ ഒരാളുടെ ഒരു പറയുന്ന പോലെ ഒരാളുടെ ബോഡി ഓട്ടോപ്സി ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ആക്ട് ഓഫ് ഒമിഷൻ. പിന്നെ വരുന്നത് നെഗ്ലിജൻസ്. അതെ, എപ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലെ. നെഗ്ലിജൻസിന് എക്സാമ്പിൾ എന്താണ്, അശ്രദ്ധ. അത് തന്നെ എക്സാമ്പിൾ നോക്കിയേ, സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. നമ്മൾ ശസ്ത്രക്രിയക്ക് ശേഷമൊക്കെ വയറിൽ വല്ല പഞ്ഞിയോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ മറന്നു വെക്കുന്നത് കേട്ടോ. അതൊക്കെ എന്തിന് വരുന്നതാണ്, മെഡിക്കൽ നെഗ്ലിജൻസിൽ വരുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഉണ്ടായില്ലേ ഒരു സ്ത്രീയുടെ ഈ പറയുന്ന പോലെ ഫോർസെപ്സ് അല്ലെ, അത് വയറ്റിൽ വെച്ച് കുടുങ്ങിപ്പോയത്. അത് തന്നെ ഫസൽ എത്ര കേസുകളാണ് ഉഷയുടെ. ഓക്കെ, അപ്പൊ സ്വാബ് മീൻസ് പഞ്ഞി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ, ശസ്ത്രക്രിയക്ക് ശേഷം നമ്മുടെ വയറിൽ വല്ല പഞ്ഞിയോ ശസ്ത്രക്രിയാ ഉപകരണങ്ങളോ ഇതൊക്കെ എന്താണ് വെച്ച് മറക്കുന്നതൊക്കെ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമ്മള് പെട്ടെന്ന് വിചാരിക്കും ഇത്രയും വലിയ കത്രികയും ഇത്രയും അങ്ങനെ ഈ എന്താ പറയുക സ്വാബും തുണിക്കെട്ടും ഇതൊക്കെ എങ്ങനെ ഈ വയറ്റിനുള്ളിൽ വെച്ച് ഇങ്ങനെ മറന്നുകൊണ്ടെന്ന് ചിന്തിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതിനെ പറ്റി ഞാൻ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ കണ്ടൊരു കാര്യമാണ്. അതൊരു നല്ല അറിവായിരുന്നു. അതായത് സാധാരണ നമ്മൾ വിചാരിക്കില്ലേ ഇങ്ങനെ ഇത്ര വലിയ ഇങ്ങനെയുള്ള കത്രികയൊക്കെ ഇങ്ങനെ മറന്നു വെക്കൂ, ഇതെങ്ങനെയാ ഇങ്ങനെ കുറ്റനൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോ മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മള് സർജറി പറയുന്നതാണ്. അത് വിദ്യ ഞാനും അത് ആലോചിച്ചു. പക്ഷെ ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തു. അപ്പൊ മനസ്സിലായ കാര്യം അവർ പറയണേ, നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യൂലോ. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കുടല് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഭയങ്കര ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടാണ് നമ്മുടെ ഉള്ളിൽ കിടന്നിരിക്കുന്നത്. ഈ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുമല്ലോ. അപ്പൊ ഈ സ്കിന്നൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ തുറന്നു വരുന്ന പറയുന്നത്. മീൻസ് ഈ നമ്മുടെ ഈ ശരീരത്തിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ സ്കിൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിങ്ങനെ ഇതായിട്ട് വരും. അതായത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന രീതിയിൽ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ എന്ന് പറയുമ്പോൾ പല സ്ഥലത്തും ഈ പറയുന്ന പോലെ എന്താണ് ബ്ലഡ് നമ്മളിങ്ങനെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ചില വെസൽസുകൾ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ബ്ലഡ് വരും. ബ്ലഡ് എന്ന് പറയുമ്പോൾ സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ക്ലോസ് ചെയ്ത് വെക്കാനൊക്കെ ഈ ഫോർസെപ്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലൊക്കെ ഒരു പഞ്ഞികളൊക്കെ ഇങ്ങനെ വെക്കും. അപ്പൊ നമ്മൾ കാണുന്ന പോലെയല്ല, അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ സർജറി കാണുമ്പോൾ പല വെയിൻസും പല ഭാഗങ്ങളൊക്കെ അതിന് മറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, വലുതായി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ പല പല ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇടും. ചെറിയ ക്ലിപ്പ് പോലെയൊക്കെ നമ്മൾ തുണിയിലിടുന്ന ക്ലിപ്പില്ല, അതേ കുട്ടി ഇങ്ങനെ ക്ലിപ്പുകളൊക്കെ ഇടുന്ന പറയുന്നത്. മറ്റുള്ള വെയിൻസിനൊക്കെ ബ്ലഡ് പുറത്തേക്ക് വരാനൊക്കെ ക്ലിപ്പ് ചെയ്ത് വരും. അതിന്റെ മുകളിലായിട്ട് ഇതെല്ലാം കളിച്ച് ചെയ്ത് നിൽക്കല്ലേ. അപ്പൊ പലപ്പോഴും ഈ പഞ്ഞികളൊക്കെ ആകുമ്പോൾ ബ്ലഡൊക്കെ നിറഞ്ഞ് പഞ്ഞിയൊക്കെ ചിലപ്പോൾ അതിനോട് പറ്റിച്ചേർന്ന് അതിന് പഞ്ഞി ഏതാ അതൊന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തത് വരാറുണ്ട്. അങ്ങനെയാണ് ഇത് മറന്നു വെക്കണേന്ന്. അല്ലാണ്ട് നമ്മൾ വലിയ ഇത്ര വലിപ്പുള്ള അങ്ങനെയല്ല. അത് ആ ബ്ലഡുമായിട്ട് കലർന്ന് ഏകദേശം അതുമായിട്ട് ആ ഒരു ഓർഗൻസുമായിട്ട് ഇങ്ങനെ ബൈൻഡായിട്ട് കിടക്കുമ്പോൾ നമ്മൾ അറിയാൻ പറ്റില്ല നമുക്ക്. അത് ശരിക്കും അതിനു വേണ്ടി അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. അതായത് സർജറിക്ക് മുമ്പ് എത്ര ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് എണ്ണി വെക്കണം. എന്നിട്ട് അതുപോലെ സർജറി കഴിയുമ്പോഴും നമ്മൾ എണ്ണണം.
അത്രയും തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ എന്നുള്ളത് എഴുതി നോക്കണം. അങ്ങനെയാണ് സംഭവം. ശരിയാണ്. നമ്മൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇത്രയും വലിയ സാധനമൊക്കെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇതായി പോകുന്നത്, അല്ലെങ്കിൽ ബൾജ് ചെയ്ത് വരുമ്പോൾ നമ്മൾ തന്നെ അറിയില്ല. അതിന്റെ മുക്കിലും മൂലയ്ക്കൊക്കെ പഞ്ഞി അല്ലെങ്കിൽ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചത് ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം ചോരയിൽ മുങ്ങി അതുമായിട്ട് ബൈൻഡ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അത് വെച്ച് അവർ കെട്ടിത്തുങ്ങി പേഷ്യന്റിന് വിടും. പിന്നീടാണ് നമ്മളത് അറിയുന്നത്, സ്കാൻ ഒക്കെ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? അപ്പൊ കത്രികയോ? കത്രികയും വളരെ ചെറുതാണ്, ചെറിയ കത്രികയാണ്. ഫോർസെപ്സ് ഒത്തിരി ഇതല്ല. ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള അവയവങ്ങൾ തന്നെ പൊന്തിയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇവര് എന്ത് ചെയ്യുന്ന ചിലക്ക് കഴിഞ്ഞ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി നോക്കണം. ക്ലിപ്പിട്ട ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇത് ഊരി എടുക്കണം. ചിലപ്പോൾ ഇവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലും പറയാം, അത് ന്യായീകരിക്കുകയല്ല, മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ് അത്. അതായത് നമ്മൾ കൃത്യമായിട്ട് എണ്ണണം. സർജറിക്ക് മുമ്പ് എത്ര ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സർജറി കഴിയുമ്പോൾ അത്രയും തന്നെ ഇൻസ്ട്രുമെന്റ്സ് പുറത്തെത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പൊ പലപ്പോഴും അതിന് സ്റ്റാഫുകൾ വരാതെ വരുമ്പോൾ ഡോക്ടർമാര് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡോക്ടറെ സംബന്ധിച്ച് സർജറി ചെയ്യുന്ന ടെൻഷനും ഉണ്ട്, അത് എണ്ണലും കാര്യങ്ങളും അതും അവർക്ക് പറ്റില്ല. ഇനിയിപ്പോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറെ റൂൾസും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അത് ന്യായീകരണമല്ല, മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ്. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പൊ നെഗ്ലിജൻസിന് എക്സാമ്പിൾ ആണിത്. സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് അബ്ഡോമൻ, അതായത് ശസ്ത്രക്രിയക്ക് ശേഷം നമ്മൾ വയറ്റിൽ വല്ല പഞ്ഞിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ മറന്നു വെക്കുന്നത് അതിന് എക്സാമ്പിൾ ആണ്. പിന്നെ വരുന്നത് ഇന്റൻഷണൽ ഇന്റർഫറൻസ് ആണ്. ബ്രാക്കറ്റിൽ ദാറ്റ് ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് കേട്ടോ. ഇന്റൻഷണൽ ഇന്റർഫറൻസ് ആണ്, മനഃപൂർവ്വമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയും. അതായത് ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ബോധപൂർവമായിട്ട് നടത്തുന്ന ഇടപെടലുകൾ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ടോട്ടിന്റെ കീഴിലാണ്. മനഃപൂർവ്വം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. നമുക്കറിയാം നമ്മുടെ മൗലിക അവകാശമാണ് എന്ത്? റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഒരു വ്യക്തിയുടെ എന്താണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, അതും എന്തിന്റെ കീഴിലാണ് വരുന്നത്? ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി, ബ്രീച്ച് മീൻസ് ലംഘനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് പ്രൊഫഷണൽ സീക്രട്ടുകളുടെ ലംഘനം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു രോഗിയുടെ ചികിത്സാ വിവരങ്ങള് അവരുടെ അനുവാദം കൂടാതെ ഒരു കാരണവശാലും അനുവാദം കൂടാതെ പുറത്തോട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത് അതൊരു ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി ആണ്. കാര്യം ഒരു രോഗിയുടെ ചികിത്സാ വിവരങ്ങൾ, അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. നമ്മൾ തൊട്ട് മുമ്പ് പബ്ലിക് റിലേഷൻ പഠിച്ചപ്പോ പറഞ്ഞ കാര്യമാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു രോഗിയുടെ ചികിത്സാ വിവരങ്ങള് അവരുടെ അനുവാദമില്ലാതെ നമ്മൾ പുറത്തോട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി ആണ്. ഇതൊരു വലിയ തെറ്റാണ് കേട്ടോ. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് ബാറ്ററിയാണ്. ബാറ്ററി മീൻസ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആക്രമണം എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസെന്റ്. എന്താണ് സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസെന്റ് കേട്ടോ. ബാറ്ററിക്ക് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അതായത് ഒരു ഡോക്ടർ ആവാം അല്ലെങ്കിൽ ഒരു സർജൻ ആവാം, അധികം ഒരു രോഗിയുടെ ഒരു ശരീരത്തിൽ പരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന ചില സർജറികൾ, അതായത് സർജറിക്ക് ഒരു പരിധി ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് അവരെന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ വല്ല അവയവം എടുത്ത് മാറ്റുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അപ്പൊ ആ രീതിയിൽ അതൊരാളുടെ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയാ ബാറ്ററി എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണത് സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസെന്റ്. പേഷ്യന്റിന്റെ അനുവാദമില്ലാതെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സർജനോ ഒരു പേഷ്യന്റിന്റെ അനുവാദമില്ലാതെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന സർജറികള്. ഓക്കെ, അതൊന്നൊക്കെ അനുവാദമില്ലാതെ കേട്ടോ. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ബാറ്ററിക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, act of omission, negligence, intentional interference, invasion of the right of privacy, breach of professional secrecy, battery, ഇതെല്ലാം തന്നെ ഇതിന് എക്സാമ്പിൾ ആണ്. ടോർട്ട് നിയമത്തിന് എക്സാമ്പിളുകളാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. MSc നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്, അത് ഇത് മാർക്ക് പോകുന്നത് കേട്ടോ. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് മിസലേനിയസ് ടോർട്ട്സ് ആണ് കേട്ടോ.
ഇനി കുറച്ച് മറ്റു പല ടോർട്ടുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ അധികവും മെഡിക്കൽ കോണ്ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിളുകളാണ്. ഇനി ഇത് കൂടാതെ ഇതിനു പുറമെ നമുക്ക് പറയാവുന്ന മറ്റു പല ടോർട്ട് നിയമങ്ങൾ. കാര്യം ചോദിച്ചിട്ടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ് ചോദിക്കുക, ഇതിപ്പോ ആക്ട് എന്തോ ആക്ട് നമ്പേഴ്സ് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ? 1983 ആക്ട് കിടക്കുന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സില്. അതെല്ലാം ചാപ്റ്റർ പഠിക്കാൻ പാടുണ്ടോ? അതെങ്ങനാ കഴിഞ്ഞ ക്ലാസ് കറക്റ്റ് അറിയാം? ബുദ്ധിമുട്ടൊന്നുമില്ല. റെക്കോർഡർ ക്ലാസ് കണ്ടാൽ മതി. റെക്കോർഡർ ക്ലാസ് കണ്ടാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിലെ മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണ റിവ്യൂ ആയിരുന്നു. അപ്പം വെള്ളിയാഴ്ച പോയത്. അപ്പൊ അന്ന് മാമിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടാ. നമ്മൾ മിസ്സാവുന്ന ക്ലാസ്സുകൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ പോവാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അതിനാണ് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടാ. അപ്പൊ നോക്കാം, മിസ്സലേനിയസ് ടോർട്ട് കേട്ടോ. മറ്റു പല ടോർട്ടുകൾക്കും എക്സാമ്പിൾ ആണ് പറയുന്നത്. ഒന്ന് ന്യൂയിസെൻസസ് കേട്ടോ. നമ്മൾ പറയില്ലേ, ന്യൂയിസെൻസസ് മീൻസ് എന്താണ്? ഇൻകൺവീനിയൻസ് ടു പബ്ലിക്, പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ ടോർട്ടിന്റെ ഇതിലാണ് വരുന്നത് കേട്ടോ. ന്യൂയിസെൻസസ്, പബ്ലിക് ന്യൂയിസെൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇൻകൺവീനിയൻസ് ടു പബ്ലിക് കേട്ടോ, പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരെണ്ണാണ് മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ ബ്രാക്കറ്റിൽ കൊടുത്തിന് ഡെസീറ്റ്, വഞ്ചന എന്ന് പറയും. അതാണ് വഞ്ചന. അതായത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. അതൊരു വഞ്ചനയല്ലേ? ഡെസീറ്റ് കേട്ടോ. മിസ്റെപ്രസെന്റേഷൻ അഥവാ ഡെസീറ്റ്. ഡെസീറ്റ് മീൻസ് വഞ്ചന കേട്ടോ. അത്തറിയിലേക്ക് എഴുതി വെക്കണം കേട്ടോ. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഓക്കെ, പിന്നെ എന്താണ്? ഡിഫമേഷൻ. ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മാനനഷ്ടം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മാനനഷ്ടം. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. സ്ലാൻഡർ ഉണ്ട്, ലിബൽ ഉണ്ട്. സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്ലാൻഡർ മീൻസ് നമ്മള് ഒരാളെ പറ്റി മോശം പറഞ്ഞു വരുത്തുന്നതാണ് സ്ലാൻഡർ. ഓക്കെ, സ്ലാൻഡർ മീൻസ് ശരിക്കും എന്താണ്? നമ്മൾ പറഞ്ഞു വരുത്തുന്നതാണ് കേട്ടോ. ഒരാളെ പറ്റി നമ്മള് മോശമായിട്ട് പറയുന്നതാണ് എന്ത്? ഈ പറയുന്ന സ്ലാൻഡർ കേട്ടോ. ലിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് എഴുതുന്നതാണ് എന്ത്? ലിബൽ കേട്ടോ. ഓക്കെ, ക്ലിയർ. രണ്ട് രീതിയിൽ നമുക്ക് ഒരാളെ അപമാനിക്കാലോ. ഒന്നില്ലെങ്കിൽ നമ്മൾ അവരെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വരുത്താം. ചിലത് നമ്മൾ എഴുതും. ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ, തെറ്റായ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകളൊക്കെ എഴുതി വിടുന്നതൊക്കെ ലിബലാണ് ശരിക്കും കേട്ടോ. അപ്പൊ ഡിഫമേഷൻ ആണത്, മാനനഷ്ടമാണ് കേട്ടോ. അതിൽ സ്ലാൻഡറും ഉണ്ട്, ലിബലും ഉണ്ട്. സ്ലാൻഡർ മീൻസ് നമ്മൾ ഒരാളെ പറ്റി മോശമായിട്ട് പറഞ്ഞ് നമ്മൾ അപവാദം പറഞ്ഞു വരുത്തുന്നത്. ലിബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി അപവാദം വരുത്തലാണ് ലിബൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നതാണ് മലീഷ്യസ് പെർസിക്യൂഷൻ. മലീഷ്യസ് പെർസിക്യൂഷൻ ദാറ്റ് മീൻസ് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ദുരുദ്ദേശത്തോട് കൂടിയിട്ട് ഒരാളെ വിചാരണ ചെയ്യില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. മലീഷ്യസ് പെർസിക്യൂഷൻ, ദുരുദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ ഒരാളെ വിചാരണ ചെയ്യുന്നത്. മതിയായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറുതെ ഒരു തെളിവുകളൊന്നും ഇല്ലാണ്ട് ഒരാളെ കേസിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളത് മനഃപൂർവ്വം ദുരുദ്ദേശത്തോടു കൂടി തന്നെ അവരെ വിചാരണ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെയാണ് എന്ത്? മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്യില്ലേ, അനാവശ്യമായിട്ട് ഒരാളെ നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അവരെ ത്രെട്ടൻ ചെയ്യുക, അതൊക്കെ ഇതിനകത്ത് വരുന്നത്. അതൊക്കെയാണ് ഈ മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, ഇതൊക്കെ അതിനകത്താണ് വരുന്നത്. ഇതാണ് എന്ത്? മിസ്സലേനിയസ് ടോർട്ട് കേട്ടോ. ഓക്കെ, കിട്ടിയല്ലോ. ന്യൂസെൻസസ്, മിസ്റെപ്രസെന്റേഷൻ അഥവാ ഡെസീറ്റ്, ഡിഫമേഷൻ, അത് രണ്ട് ടൈപ്പ് ഉണ്ട്. സ്ലാൻഡറും ഉണ്ട്, ലിബലും ഉണ്ട്. ദെൻ മലീഷ്യസ് പെർസിക്യൂഷൻ. ഓക്കെ, ഇത്രയും നമുക്ക് എന്തിനെ പറ്റി പഠിക്കാനുള്ളൂ? ടോർട്ടിനെ പറ്റി പഠിക്കാനുള്ളൂ. ടോർട്ട് നിയമം എന്താണെന്നും അതിന്റെ എക്സാമ്പിളുകളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ അല്ലേ എല്ലാവർക്കും? അയ്യോ, ലാസ്റ്റ് വൺ എന്റെ നെറ്റ് ഒന്ന് കട്ടായി. ഇതാണ് പെർസിക്യൂഷൻ ആണോ? മലീഷ്യസ് പെർസിക്യൂഷൻ അല്ലെ? അതല്ലേ വിധി ചോദിക്കുന്നത്. മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ദുരുദ്ദേശത്തോടു കൂടിയിട്ടുള്ള വിചാരണ നടത്താം. ഒരാളെ നമ്മൾ മനഃപൂർവ്വം കേസിൽ കൊടുക്കുക, തെളിവുകളൊന്നും ഇല്ലാണ്ട് ഒരാളെ മനഃപൂർവ്വം കേസിൽ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതില്ലേ, അതൊക്കെയാണ് എന്ത്? മലീഷ്യസ് പെർസിക്യൂഷൻ. അതാണ് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുക, ത്രെട്ടൻ ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, അതൊക്കെയാണ് എന്ത്? മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതെല്ലാം തന്നെ ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ്. കാര്യം ഒരാൾക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളല്ലേ. ഒരാൾക്ക് ദോഷം വരുത്താൻ പറയുന്നത്, ഒരാൾക്ക് എന്ന് പറയുമ്പോൾ അവരുടെ സ്വത്തിനാവാം, അവരുടെ അവകാശങ്ങൾക്കാവാം,
അവരുടെ ശരീരത്തിനാവാം, അവരുടെ മനസ്സിനാവാം ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങള് അല്ലെ, ഇതൊക്കെ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാമാണ് ടോർട്ട് നിയമത്തിന്റെ കീഴിൽ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആക്ട് ആണ്. ദാറ്റ് ഈസ് കോൾഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം. അപ്പൊ നമുക്കറിയാം അല്ലെ, കൺസ്യൂമേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, നോട്ട് ചെയ്ത് വെക്കാം. ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 1st September 1987. അണ്ടർലൈൻ ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിൽ 1987 ആണ് കേട്ടോ. ചിലപ്പോ ചിലതിൽ ഗൂഗിളൊക്കെ ചെയ്ത ചിലതിലൊക്കെ 86 കാണും. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തത് അത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് ഏത് വർഷമാണ് പഠിച്ചു വെക്കാട്ടോ. 1987 സെപ്റ്റംബർ 1 അത് ഈ ഒരു നിയമം പ്രാബല്യത്തിന് വരുന്നത്. 1987 സെപ്റ്റംബർ 1 കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു ആക്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് അറിയാമോ? ഇതിന്റെ ബെനിഫിറ്റ് ആണ് അവിടെ കൊടുത്തിരുന്നത്. അഡ്വാൻറ്റേജ് നോക്കിയേ. Minimal cost is involved and the matter is decided within 3 to 4 months. അതാണ് minimal cost is involved and matter is decided within 3 to 4 months കേട്ടോ. അതായത് കുറഞ്ഞ ചെലവില് നമുക്കൊരു 3-4 മാസത്തിനുള്ളിൽ അതിന്റെ വിധി പറയാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മളൊരു കേസ് ഫയൽ ചെയ്തിരിക്കട്ടെ, നമുക്ക് അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് അധികം ചെലവുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. മിനിമം കോസ്റ്റിൽ നമുക്ക് ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ വിധി നിർണ്ണയിക്കാനായിട്ട് പറ്റും. ഒരുപാട് കാലതാമസം എടുക്കില്ല. നമുക്ക് ഒരു തീർപ്പാക്കാനായിട്ട് ഒരുപാട് കാലതാമസം ഒന്നും എടുക്കില്ല. കുറഞ്ഞ ചെലവേ വേണ്ടി വരും, ഒരുപാട് ചെലവും കാര്യങ്ങളും ഒന്നും വരില്ല. അപ്പൊ മിനിമം കോസ്റ്റിൽ നമുക്കൊരു 3-4 മാസത്തിനുള്ളിൽ അതിന്റെ വിധി നമുക്ക് തീർപ്പാക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ആക്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി എന്തൊക്കെ അവകാശങ്ങൾ, എന്തിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻസ് ആണ് ഈ ഒരു ആക്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് ഡിഫക്റ്റീവ് ഗുഡ്സ് മോശമായിട്ടുള്ള ഉൽപ്പന്നങ്ങള് അല്ലെ, അതുപോലെ തന്നെ ഡെഫിഷ്യന്റ് സർവീസിൽ ഉണ്ടാകുന്ന നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാല്, അതുപോലെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങള്, അതായത് ഒരു ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ. ഇപ്പൊ നമ്മൾ പറയില്ലേ, മോശമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വിൽക്കുക, നമുക്ക് തരിക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിയമാനുസൃതമായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വസ്തുക്കൾ നമുക്ക് തരിക അല്ലെ. അതുപോലെ തന്നെ ആ ഒരു സെല്ലിങ് കൂട്ടാൻ വേണ്ടിയിട്ട് തെറ്റായ പരസ്യ പ്രചരണങ്ങൾ നടത്തുക അല്ലെ. അതൊക്കെ എന്താണ്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻസ് ഈ ഒരു ആക്ട് പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ മോശമായിട്ടുള്ള ഉൽപ്പന്നങ്ങള്, അതുപോലെ സേവനങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകള്, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങള് എന്നിവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള പരിഹാരം അല്ലെങ്കിൽ എന്നിവയിൽ നിന്നുമൊക്കെ കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അത് ഇവിടെ പറഞ്ഞു? ബിക്കോസ് നമ്മളൊരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ കൈപ്പറ്റുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ആ സർവീസിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആക്ട് പ്രകാരം നമുക്കത് ബാധകമാണ്. ഓക്കെ, ഇനി ഹു ഈസ് എ കൺസ്യൂമർ അല്ലെ. ആരാണ് കൺസ്യൂമർ? ഒറ്റ സെന്റൻസിലൂടെ കൊടുത്തിട്ടുണ്ട്. എ പേഴ്സൺ ഹു ഹയർസ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. എന്താണ്? എ പേഴ്സൺ ഹു ഹയർസ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ. ഇവിടെ കൺസിഡറേഷൻ എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? പരിഗണന എന്നുള്ള അർത്ഥമല്ല കേട്ടോ. പിന്നെ ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്? നമ്മള് പണം കൊടുത്ത് അല്ലെങ്കിൽ പണം നൽകിയോ എന്തെങ്കിലും പ്രതിഫലം നൽകിയിട്ട് സേവനങ്ങൾ കൈപ്പറ്റുന്ന ആ ഒരു വ്യക്തി, അതാണ് എന്ത്? കൺസ്യൂമർ. ഓക്കെ, എനി കൺസിഡറേഷൻസ് മീൻസ് നമ്മൾ എന്തെങ്കിലും പേയ്മെന്റ് കൊടുത്ത്, പണം കൊടുത്തോ പ്രതിഫലം നൽകിയൊക്കെ സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ ഒക്കെ കൈപ്പറ്റുന്ന ആ ഒരു വ്യക്തിയാണ് ആര്? ആ ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത്. ശരി, നമ്മളും കൺസ്യൂമേഴ്സ് ആണ് അല്ലെ.
നമ്മൾ സാധനങ്ങൾ മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിന്റെ വെളിച്ചത്തിൽ പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സേവനം കൈപ്പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, അത് തന്നെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. ഈസ് എ കൺസ്യൂമർ, എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. ഓക്കെ, അടുത്തതാണ് ഡെഫിഷ്യൻസി. ദാറ്റ് മീൻസ് ഡെഫിഷ്യൻസി ഇൻ സർവീസ്. സേവനങ്ങളിൽ വരുന്ന പോരായ്മകള്. എന്താണ് സേവനങ്ങളിൽ വരുന്ന പോരായ്മകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സേവനത്തിൽ ഡെഫിഷ്യന്റ് ആണ്, അവരുടെ സർവീസ് ഡെഫിഷ്യന്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? അതാണ് അവിടെ പറഞ്ഞത്. എ ഫോൾട്ട് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ അല്ലെങ്കിലോ ഷോർട്ട് കമ്മിങ് ഓർ ഇനാഡിക്വസി ഇൻ ദ ക്വാളിറ്റി, നേച്ചർ ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഓർ അതർവൈസ് ഇൻ റിലേഷൻ ടു ദ സർവീസ്. ഒരു സേവനത്തിന്റെ പോരായ്മ, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളില് അല്ലെങ്കിൽ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയിലോ അതിന്റെ ഗുണമേന്മയിലാവാം, ചിലപ്പോൾ അതിന്റെ നേച്ചറിലായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ മാനർ ഓഫ് പെർഫോമൻസ് ആയിരിക്കും. അതിന്റെ പെർഫോമൻസിൽ അതിന്റെ ഒരു പ്രവർത്തന രീതിയിലൊക്കെ വരുന്ന കുറവുകള്, പോരായ്മകള്, ഫോൾട്ടുകള്, പിഴവുകള്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡെഫിഷ്യൻസി. അറിയാലോ, നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ കൈപ്പറ്റുന്ന സേവനങ്ങളുടെ ക്വാളിറ്റിയിലോ നേച്ചറിലോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന രീതിയിലോ വരുന്ന കുറവുകള്, പോരായ്മകള്, തെറ്റുകള്, അതിനെയൊക്കെയാണ് നമ്മള് ഡെഫിഷ്യൻസി ഇൻ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി വേറൊരു എക്സെപ്ഷൻ കേസ് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർവീസ് എങ്ങനെയുള്ള സർവീസ് ആണ് നോക്കിയേ? സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. സൗജന്യ സേവനങ്ങൾക്ക് ഈ ഒരു നിയമം ബാധകമല്ല കേട്ടോ. സൗജന്യ സേവനങ്ങൾക്ക് ഈ നിയമം ബാധകമാണോ? സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സേവനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് പറയാൻ പറ്റില്ല, അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പേരും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കേസിന് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് സൗജന്യ സേവനങ്ങളെ ഈ ഒരു ആക്ടിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. സൗജന്യ സേവനങ്ങൾക്ക് ഈ ഒരു ആക്ട് ബാധകമല്ല. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്തത് പറയുന്നത് ടൈം ലിമിറ്റേഷനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് കേസുകളും മറ്റൊക്കെ ഫയൽ ചെയ്തിട്ട് അതിന്റെ ഒരു ടൈം ലിമിറ്റേഷനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. അതിൽ പറയുന്നത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA. CPA എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. അതിനെ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് CPA എന്ന് പറഞ്ഞത് എന്താണെന്ന് തോന്നരുത്. CPA എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നതിന്റെ ചുരുക്കരൂപമാണ് കേട്ടോ. ഓക്കെ, എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA മസ്റ്റ് ബി ഫൈൽഡ് വിത്തിൻ 3 years. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, വിത്തിൻ 3 years കേട്ടോ. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മളൊരു കേസ് ഇപ്പൊ നമ്മുടെ സേവനത്തിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആക്ട് അനുസരിച്ച് നമ്മൾ കേസ് 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, കുറെ നാള് കഴിഞ്ഞിട്ട് പോയി ഫയൽ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ആ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് നമ്മൾ 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. സംഭവം നടന്ന് 3 വർഷത്തിനുള്ളിൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു ആക്ട് പ്രകാരം ഫയൽ ചെയ്തിരിക്കണം. എത്ര വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 3 വർഷം. ഇനി അടുത്തത് അവിടെ ആ ഒരു എന്താ പറയാ, ഏത് ലെവല്, അതായത് ഒരു തുകയെ, നമ്മുടെ നഷ്ടപരിഹാര തുകയെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ലെവലുകളിലാണ് ഹാൻഡിൽ ചെയ്യുന്നതിനാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം, നാഷണൽ ഫോറിൻ ഡീൽസ് കേസ് ഗ്രേറ്റർ ദാൻ 30 lakhs അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് 30 ലക്ഷമോ അതിന് മുകളിലൊക്കെയുള്ള നഷ്ടപരിഹാര കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കൈകാര്യം ചെയ്യുന്നത് നാഷണൽ ഫോറത്തിലാണ്. അതായത് നമ്മൾ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ സംരക്ഷണ കോടതികളൊക്കെ സ്ഥാപിതമായിട്ടുണ്ട്. അതായത് നാഷണൽ ലെവലില് നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ട് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റിലുണ്ട്, ഡിസ്ട്രിക്റ്റിലുണ്ട്, പിന്നെ ഈ പറയുന്ന ഉപദേശക സമിതികളൊക്കെ ഉണ്ട്. ഈ ആക്ട് പ്രകാരം അതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോ 30 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള കേസുകളൊക്കെ, അത്രയും നഷ്ടപരിഹാരമൊക്കെ ഉള്ള കേസുകളൊക്കെ നാഷണൽ ഫോറത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അതേസമയം സ്റ്റേറ്റ് ഫോറം ഗ്രേറ്റർ ദാൻ 5 lakhs 5 ലക്ഷത്തിന് മുകളിലുള്ള കേസുകളൊക്കെ ആണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ എന്ന് പറയുമ്പോൾ 5 ലക്ഷം തൊട്ട് 30 ലക്ഷം വരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് ഫോറം ആണ് കേട്ടോ. 30 ലക്ഷത്തിന് മുകളിൽ നാഷണൽ ഫോറം ആണ്.
5 ലക്ഷത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലായിട്ട് കേസുകൾ, അത്രയും നഷ്ടപരിഹാരമൊക്കെ ലഭിക്കേണ്ട കേസുകളൊക്കെ സ്റ്റേറ്റ് ഫോറത്തിലാണ് പരിഗണിക്കുന്നത്. ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs 5 ലക്ഷം വരെയുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് എവിടെയാ? ഡിസ്ട്രിക്ട് ഫോറത്തിലാണ് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളൊരു സേവനത്തിന് പോരായ്മ ലഭിച്ചു കഴിഞ്ഞാൽ CPA കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടത് 3 വർഷത്തിനുള്ളിലാണ്. അതിൽ തന്നെ 30 ലക്ഷത്തിന് മുകളിലുള്ള നഷ്ടപരിഹാര കേസുകളൊക്കെ നാഷണൽ ഫോറത്തിലാണ് ഡീൽ ചെയ്യുന്നത്. 5 ലക്ഷം തൊട്ട് 30 ലക്ഷം വരെയുള്ള കേസുകൾ സ്റ്റേറ്റ് ഫോറത്തിലും 5 ലക്ഷം വരെയുള്ള കേസുകൾ ഡിസ്ട്രിക്ട് ഫോറത്തിലുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് പഠിക്കാനുള്ളൂ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആക്ട് മനസ്സിലായോ എല്ലാവർക്കും? അത് ഏത് വർഷമാണ്? 1987 സെപ്റ്റംബർ 1 കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് കൺസ്യൂമർ പുറത്ത് വയ്ക്കുക, എന്തിൽ നിന്നൊക്കെ സംരക്ഷണമാണ് ഈ ഒരു ആക്ട് കൊടുക്കുന്നത് എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് കേട്ടോ. ഷമീർ ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പറയാം. ഡെഫിഷ്യൻസി ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പറയാം. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടോ. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ദാറ്റ് മീൻസ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് രോഗികളുടെ അവകാശങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾക്ക് അറിയണം, നമ്മളുടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടോ. രോഗിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും രോഗിയുടെ അവകാശങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ നിഷേധിക്കപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ കൂടുതലാണ്. അപ്പൊ നമ്മളിത് അറിഞ്ഞിരിക്കണം. ഒരു രോഗിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, റെസ്പെക്ട്ഫുൾ കെയർ. അതാണ് റെസ്പെക്ട്ഫുൾ കെയർ. മാന്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുന്നതിനുള്ള, ഓരോ രോഗിക്കും ഒരു മാന്യമായ പരിചരണം ലഭിക്കാനുള്ള അവകാശം എവിടെയുണ്ട്? ഹോസ്പിറ്റലിലുണ്ട്. ഓക്കെ, ഇതാണ് റെസ്പെക്ട്ഫുൾ കെയർ കേട്ടോ. ഒരു രോഗിക്ക് മാന്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? രോഗിക്ക്, അല്ലെ? ഓക്കെ, ഇതാണ് റെസ്പെക്ട്ഫുൾ കെയർ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഇന്നത്തെ കാലഘട്ടം വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതൊക്കെ എത്രത്തോളം അവിടെ പാലിക്കപ്പെടുന്നുണ്ടെന്നുള്ളത്. രണ്ടാമത്തത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. മാന്യമായ പെരുമാറ്റം അല്ലേ അല്ല കൊടുക്കുന്നത്? മാന്യമായിട്ടുള്ള പരിചരണം കൊടുക്കുക കേട്ടോ. പെരുമാറ്റം മാത്രമല്ല, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണല്ലോ ഇതിന്റെ, അല്ലെ? അപ്പൊ മാന്യമായിട്ട് പെരുമാറൽ മാത്രമല്ല, അവർക്ക് നല്ല ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉറപ്പ് കൊടുക്കണം കേട്ടോ. എന്നാണ് ഈ അടുത്തൊരു സംഭവം ഉണ്ടായില്ലേ കേരളത്തില്? ഒരാള് നെഞ്ചുവേദനയായിട്ട് വന്നിട്ട് അയാൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ മരിച്ചുപോയ ഒരു കേസ്, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു. അല്ല, അതൊക്കെ CCTV ഇതൊക്കെ ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നു, അല്ലെ? ഒരു അതിന്റെ ഉമ്മയായിട്ട് വന്നിട്ട് അതിനെ നെഞ്ചുവേദന എടുത്തിട്ട് ആരും മൈൻഡ് ചെയ്യാതെ അതിനെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവസാനം അയാൾ മരണപ്പെട്ടു. അങ്ങനെയുള്ള കേസ്. അതൊരു റെസ്പെക്ട്ഫുൾ കെയർ കൊടുത്തു അവിടെ? ഇല്ല, അല്ലെ? എന്താ കൊടുക്കേണ്ടതിനെ? അപ്പൊ അത് ചെയ്തില്ല, അല്ലെ? അപ്പൊ അതാണ് പറയുന്നത് റെസ്പെക്ട്ഫുൾ കെയർ. മാന്യമായിട്ടുള്ള ഒരു പരിചരണം, പെരുമാറ്റം അതിന്റെ ഭാഗമാണ്, അല്ലെ? അവരോട് നല്ല രീതിയിൽ പെരുമാറുക, അതോടൊപ്പം അവർക്ക് മാന്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പരിചരണം കൊടുക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ എന്താണ്? കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ് കേട്ടോ. അതുപോലെ തന്നെ ഒരു രോഗിക്ക് അവരുടെ രോഗനിർണയം, ഡയഗ്നോസിസ്, അതുപോലെ തന്നെ ചികിത്സ, പിന്നെ പ്രോഗ്നോസിസ്, രോഗഭേദമാകാനുള്ള സാധ്യത എന്നിവയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ ഓരോ രോഗിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് പേഷ്യന്റിന് അത് അറിയാനുള്ള അവകാശമുണ്ട്. ഇതൊരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഒരു രോഗിക്ക് അവരുടെ രോഗനിർണയം, ചികിത്സ, രോഗം ഭേദമാകാനുള്ള സാധ്യത എന്നിവയെ പറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോ രോഗിക്കും അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമാണത്. ഇത് ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. മൂന്നാമത്തെ പോയിന്റ് നോക്കി. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ദ ഡോക്ടർ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ദ ഡോക്ടർ ബിഫോർ ഹി ഗീവ്സ് ദ കൺസെന്റ്. അതായത് ഒരു ഡോക്ടർക്ക് ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് പേഷ്യന്റിന്റെ സമ്മതം
ആവശ്യമാണ്. ഓക്കെ, പേഷ്യന്റിന്റെ അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു അനുവാദത്തിന്, അതായത് പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ദ ഡോക്ടർ ബിഫോർ ഹി ഗീവ് കൺസെന്റ് കേട്ടോ. അതായത് ഒരു രോഗിയുടെ അനുവാദത്തിന് മുൻപ്, അനുവദിക്കുന്നതിന് മുൻപേ തന്നെ ഒരു രോഗിയുടെ അനുവാദമില്ലാതെ ഒരു ഡോക്ടർ അവരെ ചികിത്സിക്കാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. പേഷ്യന്റിന്റെ അനുവാദം കിട്ടണം, അവരുടെ കൺസെന്റോട് കൂടി മാത്രമാണ് ഒരു ഡോക്ടർക്ക് അവരെ ചികിത്സിക്കാനായിട്ട് അധികാരമുള്ളൂ കേട്ടോ. അതിനു മുമ്പേ തന്നെ ഡോക്ടറിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഡയഗ്നോസിസിനെ പറ്റിയിട്ടും ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും പ്രോഗ്നോസിസിനെ പറ്റിയിട്ടൊക്കെ വിവരങ്ങൾ ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കണം. അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഒരു ഡോക്ടർ അവരെ ചികിത്സിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയേ, റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ദ ലോ and to be informed കേട്ടോ. and to be informed, right to refuse the treatment. അതായത് നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ചികിത്സ നിരസിക്കാനുള്ള റൈറ്റ് കൂടെ ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അതായത് നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ചികിത്സ വേണ്ടാന്ന് വെക്കാൻ, നിരസിക്കാനുള്ള ഒരു അവകാശം കൂടെ പേഷ്യന്റിനുണ്ട്. ഒരിക്കലും അവരെ നിർബന്ധിച്ച ഒരു കാര്യത്തിന് നമ്മൾ കമ്പൽ ചെയ്യാനൊന്നും പാടില്ല. പേഷ്യന്റിന് അത് വേണ്ട, അത് തോന്നുകയാണെങ്കിൽ അവർക്ക് അത് അനുവദിച്ചു കൊടുക്കുന്നത് അവരുടെ റൈറ്റ് ആണ്. അതും നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? പിന്നെ മെഡിക്കൽ കോൺസിക്വൻസസ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് പല മെഡിക്കൽ കോൺസിക്വൻസസ് ഉണ്ടാവാം. മനസ്സിലായല്ലോ? അതായത് നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ചികിത്സ വേണ്ടാന്ന് വെക്കാൻ, നിരസിക്കാനുള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. ആ ഒരു തീരുമാനത്തിന്റെ പേരിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും എന്ത് ചെയ്യണം? പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ രോഗികൾക്ക് വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം കേട്ടോ. മെഡിക്കൽ കോൺസിക്വൻസസിനെ പറ്റിയിട്ടും അവർക്ക് അറിയാനുള്ള അവകാശം. അവര് അത് നിരസിച്ചു, പക്ഷെ അവർക്ക് അറിയണം അത് നിരസിച്ചാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതിനെ പറ്റിയിട്ടും അവരോട് ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, ആ പ്രത്യാഘാതങ്ങളെ പറ്റി അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ്? Right to privacy. All communication and records must be treated as confidential. Right to privacy എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ് കേട്ടോ. സ്വകാര്യതയ്ക്കുള്ളൊരു അവകാശമാണ്. പ്രത്യേകിച്ച് ഒരു രോഗിയെ സംബന്ധിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ എല്ലാം തന്നെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. എന്താ പറയാ, സ്വകാര്യമായിട്ട് സൂക്ഷിക്കണം അല്ലെ? നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരിക്കലും അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഒരു കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ രോഗിയെ സംബന്ധിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് ആയിക്കോട്ടെ, റെക്കോർഡ്സുകൾ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, സ്വകാര്യാത്മകമായിരിക്കണം. അതാണ് എന്ത്? റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലില് ഒരു രോഗിക്ക് ഒരു എന്താ പറയാ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റികൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് മാറ്റുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഒരു പേഷ്യന്റ് ഒരു ആശുപത്രിയിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് വരികയാണ്, അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഫെസിലിറ്റികൾ ആ ഹോസ്പിറ്റലിൽ ഇല്ലാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും ആ പേഷ്യന്റ് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് അവരെ മാറ്റണം. അതിനുള്ള അവകാശം ഒരു പേഷ്യന്റിനുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, അത് മാറ്റാനും അവരുടെ പരിശോധന ഉറപ്പുവരുത്തുന്നതിനുള്ള അവകാശം പേഷ്യന്റിനുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ ആൻഡ് സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. കാരണം ആ രോഗിയുടെ ആ ഒരു അർജൻസിക്ക് അനുസരിച്ച്, അവരുടെ കേസിന്റെ ആ ഒരു ഗുരുതരാവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് അവരെ വിലയിരുത്തണം. അവർക്ക് സേവനങ്ങൾ ഒരു ഹോസ്പിറ്റൽ നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ ആശുപത്രിയിൽ വേണ്ടത്ര ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അത് ലഭിക്കാനുള്ള അവരെ മാറ്റണം. അവരുടെ പരിശോധന അവിടെ, അവരുടെ ചികിത്സ അവിടെ ഉറപ്പുവരുത്താം. അത് ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അതൊരു കാരണവശാലും അവിടെ നിഷേധിക്കാനായിട്ട് പാടുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് പറയുന്നത്? റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ where one is being referred to. ഇനി ഇവിടെ ചികിത്സാ സൗകര്യങ്ങളില്ല, നമുക്ക് നിലവിൽ പേഷ്യന്റ് നല്ലൊരു ഫെസിലിറ്റി, ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് അവരെ റെഫർ ചെയ്യും അല്ലെ? വേറൊരു ഹോസ്പിറ്റലിലോട്ട് അവരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും.
അതോടുകൂടി ഈ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തം അവിടെ അവസാനിക്കുന്നില്ല. അവരെ ഇങ്ങോട്ടാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്, ആ ഹോസ്പിറ്റലുമായിട്ടും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ആര് മെയിൻറ്റെയിൻ ചെയ്യണം? നിലവിലുള്ള ഹോസ്പിറ്റല് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് പഠിച്ചതല്ലേ? അതിനകത്ത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഒരുപാട് എന്താണ് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ഇതിന് വേണ്ടിയിട്ടാണത് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയുന്നത്. ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ? നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോ നമ്മുടെ തലേന്ന് അത് ഒഴിഞ്ഞിപ്പോ നമ്മൾ അതിനെ പറ്റി അന്വേഷിക്കണം, അങ്ങനെ ചിന്തിക്കരുതെന്ന്. അവരെവിടേക്കാണോ റെഫർ ചെയ്ത് വിടുന്നത് ആ ഹോസ്പിറ്റലുമായിട്ട് നിലവിലെ ഹോസ്പിറ്റലിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ പർപ്പസ് എന്താണ്? നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വിടുന്ന, റെഫർ ചെയ്ത് വിടുന്ന രോഗിക്ക് ഏറ്റവും നല്ലൊരു മെഡിക്കൽ പരിചരണത്തിന്റെ ഒരു തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ഇപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ? അത് ഒരു പേഷ്യന്റിന്റെ അവകാശമാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. അതാണ് റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ഇപ്പൊ ചിലപ്പോ നമ്മള് എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ടാവാം, ചിലപ്പോ അല്ലാത്ത കാര്യങ്ങൾക്കാവാം, ഒരു മെഡിക്കൽ ഗവേഷണത്തിന് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനൊക്കെ ഉള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ചിലപ്പോ ചികിത്സയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവേഷണത്തിന് പങ്കെടുക്കണോ, റിസർച്ചിൽ പങ്കെടുക്കണോ വേണ്ടയോ അത് നിഷേധിക്കാനൊക്കെ ഉള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ഇപ്പോ ചിലപ്പോ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരു പുതിയ മരുന്ന് മാനുഫാക്ചർ ചെയ്യാണ്ടിരിക്കട്ടെ, ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കാണ്ട്, പുതിയൊരു മരുന്ന് മാനുഫാക്ചർ ചെയ്യാണ്. അപ്പോ റിസർച്ച് ചെയ്തവർ കണ്ടെത്തിയതാണ്, അത് അവർക്ക് പരീക്ഷിച്ച് നോക്കണം. ഒരു പേഷ്യന്റിന്റെ ശരീരത്തില് അത് ഒന്ന് റിസർച്ച് ചെയ്യാനുള്ള ആ ഒരു ആലോചന ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നിരിക്കട്ടെ. അവരെന്തായാലും അത് ഒരു പേഷ്യന്റിനോട് അറിയിക്കുകയാണ്. പക്ഷെ പേഷ്യന്റിന് തീരുമാനിക്കാം അതിന്റെ ഭാഗമാവണോ അല്ലെ, ആ ഒരു റിസർച്ചിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പേഷ്യന്റ് ഉണ്ട്. അയാൾക്ക് താല്പര്യം അതിന്റെ ഭാഗമാവുന്നില്ല എന്നവർക്ക് റിഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരാളെ അങ്ങനെ നിർബന്ധിക്കാനായിട്ട് പാടുള്ളതല്ല. അതാണ് അവർ പറഞ്ഞത് കേട്ടോ. റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ഒരു റിസർച്ചിന്റെ ഭാഗമാകണോ, ഒരു റിസർച്ചിൽ പങ്കെടുക്കണോ വേണ്ട. ചിലപ്പോ അവർ കണ്ടുപിടിച്ച എന്തെങ്കിലും പുതിയ വസ്തുക്കളുടെ പരീക്ഷിക്കാനുള്ള ഒരു സ്പെസിമെൻ ആയിട്ടായിരിക്കും നമ്മൾ പേഷ്യൻസിന് ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പൊ പേഷ്യൻസിന് തീരുമാനിക്കാം ആ റിസർച്ചിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവർക്കത് വേണ്ട, നിരസിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കത് നിരസിക്കാം. ആരും ഒരിക്കലും അവരെ നിർബന്ധിക്കില്ല കേട്ടോ. അപ്പൊ അതിനുള്ള അവകാശം ഉണ്ട്. ഒരിക്കലും ഒരാളെ നിർബന്ധിച്ച് മനഃപൂർവ്വം ഒരു റിസർച്ചിന്റെ ഭാഗമാക്കാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് കേട്ടോ. അടുത്തത് എന്താണ്? റൈറ്റ് ടു നോ ദ അപ്പോയിന്റ്മെന്റ്സ്, അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ് കേട്ടോ. അതുപോലെ തന്നെ ഒരു രോഗിയെ സംബന്ധിച്ച് അപ്പോയിന്റ്മെന്റുകളെ കുറിച്ച് അറിയാനും, ഡോക്ടറുടെ അവൈലബിലിറ്റിയെ കുറിച്ച് അറിയാനും, അതുപോലെ തന്നെ ഡിസ്ചാർജിന് ശേഷം ഒരു തുടർ പരിചരണം ലഭിക്കുന്നതിനുള്ള ഒരു അവകാശവും ആർക്കുണ്ട്? പേഷ്യന്റിന്. ക്ലിയർ ആയോ? റൈറ്റ് ടു നോ ദ അപ്പോയിന്റ്മെന്റ്സ്, അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്. ഓക്കെ, അതായത് അപ്പോയിന്റ്മെന്റുകളെ കുറിച്ച് അറിയാനും, ഡോക്ടേഴ്സിന്റെ ലഭ്യതയെ പറ്റി അറിയാനും, ഡിസ്ചാർജിന് ശേഷവും ഒരു തുടർ പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശവും പേഷ്യന്റിനുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്. റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല് കേട്ടോ. അതായത് ബില്ലുകൾ പരിശോധിക്കാനും ബില്ലുകളെ പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെ ചോദിക്കാനും ആർക്ക് അവകാശമുണ്ട്? പേഷ്യന്റിനുണ്ട്. അവരത് ചോദിച്ചാൽ അതിന് കറക്റ്റ് മറുപടി ഹോസ്പിറ്റലിൽ കൊടുക്കണം. അല്ലാണ്ട് അവരുടെ അടുത്ത് ഒരിക്കലും തട്ടിക്കേറോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടാനോ പാടുള്ളതല്ല. അതൊരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ് അല്ല. അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് അവര് ബില്ല് അടക്കേണ്ടി വരുന്നത്. ആ ബില്ലുകൾ പരിശോധിക്കാനും അതിന്റെ വിശദീകരണങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കാനും കിട്ടാനുമുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്, ഹോസ്പിറ്റൽ നിയമങ്ങളെ പറ്റിയിട്ട്, അവിടെയുള്ള ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കത്തെ പറ്റി, അവിടുത്തെ ചട്ടങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയാനുള്ള അവകാശവും ആർക്കുണ്ട്? ഒരു പേഷ്യന്റിന് ഉണ്ട്. ദീസ് ആർ ദ പേഷ്യന്റ് റൈറ്റ്സ് ഓഫ് ബിൽസ് കേട്ടോ. ക്ലിയർ ആയല്ലോ? പറഞ്ഞ പോയിന്റുകളൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ മനസ്സിലായില്ലേ ഒരു പേഷ്യന്റിന് എത്രത്തോളം റൈറ്റ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് എത്രത്തോളം ആ റൈറ്റ്സുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ? ഓക്കെ.
ഇനി അടുത്തത് ആരാണ്? ഷമീർ ചോദിച്ചത് അല്ലെ? ഷമീർ ചോദിച്ച കാര്യം ഞാനിപ്പോ പറയാം കേട്ടോ. ഏതായിരുന്നു ചോദിച്ചത്? ഡെഫിഷ്യൻസി അല്ലെ? ഓക്കെ, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഡെഫിഷ്യൻസി ആണെന്നൂടെ പറയാൻ പറഞ്ഞു അല്ലെ? ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന പോരായ്മ. എന്തിനുള്ള പോരായ്മ ഉദ്ദേശിക്കുന്നത്? ഡെഫിഷ്യൻസി ഇൻ സർവീസ് ഓർ പ്രോഡക്റ്റ്. നമുക്ക് ലഭിക്കുന്ന സർവീസുകൾ, പ്രോഡക്റ്റുകളിലുള്ള പോരായ്മ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? എന്താണ്? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ ഇനാഡിക്വസി. ഇതൊക്കെ ഒരേ മീനിങ് ആണ്. ഓക്കെ, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ്സ്, ഇനാഡിക്വസി എന്നൊക്കെ പറഞ്ഞ പോരായ്മകളാണ്, കുറവുകളാണ് കേട്ടോ. അതും ഇൻ ദ ക്വാളിറ്റി, നേച്ചർ ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഓർ അതർവൈസ് ഇൻ റിലേഷൻ ടു ദ സർവീസ്. ഇപ്പൊ ഒരു കൺസ്യൂമറിന് ലഭിക്കുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റിയിലോ അതിന്റെ ഗുണമേന്മയിലോ അല്ലെങ്കിൽ അതിന്റെ നേച്ചർ, ഓക്കെ, അതിന്റെ നേച്ചറിലോ അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ്, അല്ലെ, പെർഫോമൻസിൽ വരുന്ന പോരായ്മകള്, കുറവുകള്, ഓക്കെ, ഡെഫിഷ്യൻസി, അതിനെയാണ്, ആ പോരായ്മകളെയാണ് നമ്മൾ അവിടെ ഡെഫിഷ്യൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. മനസ്സിലായോ? നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റുകള് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സർവീസുകളിൽ വരുന്ന അതിന്റെ ക്വാളിറ്റി, നേച്ചർ, എന്തൊക്കെ കാര്യങ്ങൾ പോരായ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിലുള്ള പോരായ്മയാവാം, അതിന്റെ നേച്ചറിലുള്ള പോരായ്മയായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പ്രകടനത്തിലുള്ള, നമ്മളൊരു ഇലക്ട്രോണിക് ഉപകരണം നമ്മൾ നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ അത് ഇത്രയൊക്കെ പെർഫോമൻസ് ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. നമ്മള് വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ അത്ര പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും ആ ഇലക്ട്രോണിക് ഉപകരണത്തിലില്ല. നമ്മളവിടെ പറ്റിക്കപ്പെട്ടില്ലേ? നമുക്ക് നഷ്ടം വന്നില്ലേ? അതൊക്കെ തന്നെയാണ് അവിടെ ഡെഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയി? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഞാനിത് ചാപ്റ്റർ തീർക്കണം എന്ന് വിചാരിച്ചു വന്നതാ, പക്ഷെ നടന്നില്ലല്ലോ. നമുക്ക് കുറച്ച് ആക്ടുകളോട് പറയാനുണ്ട് കേട്ടോ. അതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ നമ്മുടെ അവസാനിക്കും. അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു ആക്ടും കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം കേട്ടോ. നോക്കൂ, മിസ്സലേനിയസ് ആക്ട്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ആക്ടുകൾ പഠിക്കാനുണ്ട്. ഹോസ്പിറ്റലിലും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന മറ്റു പല ആക്ടുകളാണ്. അതിലൊന്നാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കേട്ടോ. ഇനി പറയുന്ന ആക്ടുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ആക്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പക്ഷെ ഇനി പഠിക്കുന്ന ആക്ടുകള് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിക്കുന്ന ആക്ടുകളാണ്. സോ അതിന്റെ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകളാണ് കേട്ടോ. അപ്പൊ അതിലൊന്നാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 ആണ് കേട്ടോ. 1800 ആണ് കേട്ടോ. 1900 അല്ല, ഒത്തിരി പഴക്കമുള്ള ആക്ട് ആണ്. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. എന്താണ് ഈ ആക്ട് പറയുന്നതെന്ന് അറിയാമോ? മനസ്സിലാക്കി വെക്കാം. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 that controls that controls the working and management of institutions established or owned by the charitable trust. അതായത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകളിലെ അതിന്റെ ഉടമസ്ഥതയിലോ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഹോസ്പിറ്റൽ മാത്രം എന്നല്ല പറഞ്ഞേട്ടാ. ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഇപ്പോ ഇതുണ്ടാവില്ല, സ്കൂളുകൾ, കോളേജുകളൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, ഹോസ്പിറ്റലും ഉണ്ടാവും, പല പല സ്ഥാപനങ്ങൾ ഉണ്ടാവും. അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലോ അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങള് നിയന്ത്രിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ആക്ടിൽ പറയുന്നത് വെച്ചാൽ ഓൾ ഹോസ്പിറ്റൽസ് ഇൻ ദ വോളണ്ടറി സെക്ടർ ഓർ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഇൻ ദ മെഡിക്കൽ കെയർ ഫീൽഡ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് കേട്ടോ. അപ്പോ ഈ ഒരു ആക്ട് പ്രകാരം എല്ലാ ഹോസ്പിറ്റലും എങ്ങനെയുള്ള ഹോസ്പിറ്റലാണെന്ന് അറിയാമോ? ഓൾ ഹോസ്പിറ്റൽസ് ഇൻ ദ വോളണ്ടറി സെക്ടർ ഓർ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, അതായത് ഗവൺമെന്റ് ഇതര സംഘടനകള്, സന്നദ്ധ സംഘടനകള്, അതുപോലെ വോളണ്ടറി സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, അതായത് ചാരിറ്റബിളിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇതര സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കേട്ടോ. ഈ ആക്ട് പ്രകാരം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഹരിത എന്താ ചോദിച്ചത്? ബർത്ത് ആൻഡ് ഡെത്ത് കഴിഞ്ഞ ക്ലാസ്സിലല്ലേ അത് ജനറൽ ആക്ട് അല്ലെ? അതായത് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്, അതൊന്നുമില്ല ഹരിത. നമ്മൾ ജനനം രജിസ്റ്റർ ചെയ്യാറില്ലേ, മരണം രജിസ്റ്റർ ചെയ്യാറില്ലേ, വിവാഹം രജിസ്റ്റർ ചെയ്യാറില്ലേ? അത് തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. കുട്ടിയുടെ ജനനം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നില്ലേ, മരണ സർട്ടിഫിക്കറ്റ് എടുക്കണത്, മരണം രജിസ്റ്റർ ചെയ്യുന്നില്ലേ?
വിവാഹം രജിസ്റ്റർ ചെയ്യണില്ലേ? ഇതൊക്കെ രജിസ്റ്റർ ചെയ്താലാണ് നമുക്ക് നിയമസാധ്യതയുള്ളൂ. രജിസ്ട്രേഷൻ ചെയ്യാത്ത വിവാഹം നമുക്ക് നിയമസാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് തന്നെയാണ് അത്രയുള്ളൂ അവിടെ. അതായത് ഇറ്റ് ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിങ് ഇൻഫോമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽസ് കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ജനനം, മരണം എന്നിവയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ടാണ് ആ ഒരു ആക്ടിനകത്ത് പറയുന്നത് കേട്ടോ. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആക്ടിന്റെ വർഷം പോലും നിങ്ങൾക്ക് പഠിക്കാനില്ല. ആക്ടിനെ പറ്റി ഒന്ന് ഡീപ്പായിട്ടും പഠിക്കാൻ, ജസ്റ്റ് മനസ്സിലാക്കാൻ. ജനനവും മരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആക്ടാണ് ഈ പറഞ്ഞ ആക്ട് കേട്ടോ. ഓക്കെ. അതുപോലെ they should be notified immediately to the local municipal authority and registrar's office. ഇതിപ്പോ ഒട്ടുമിക്ക ജനനങ്ങളൊക്കെ നടക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആരും പഴയ പോലെ വീട്ടിലൊന്നും ആർക്കും പ്രസവിക്കണമെന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രൈവറ്റ് ഡെലിവറി കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? ഒരു കുഞ്ഞ് ജനിച്ച് അത് രജിസ്റ്റർ ചെയ്യണം, അത് ഇൻഫോം ചെയ്യണം എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. So they should be notified immediately to the local municipal authority and registrar's office. കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ജനനം ആയിക്കോട്ടെ, മരണം ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ പ്രാദേശിക മുനിസിപ്പൽ അതോറിറ്റി, അഥവാ നമ്മുടെ രജിസ്ട്രാർ ഓഫീസിൽ എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. പെട്ടെന്ന് തന്നെ അവിടെ നോട്ടിഫൈ ചെയ്തിരിക്കണം കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇത് തീർക്കണം എന്ന് വിചാരിച്ച് നടന്നില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് തീർത്തിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിലെ ആ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം കേട്ടോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ, ശരി. നമുക്ക് അടുത്ത തൻസീനെ കണ്ടില്ലല്ലോ. തൻസി ഇല്ലാന്ന് തോന്നുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, ഡേസി സച്ചിനാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ശാലിനി, താങ്ക് യു.